നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും അതുപോലെ തന്നെ വക്കീൽ വിഭാഗത്തിന് പഠിക്കുന്നവരും അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്ഥാപനങ്ങളിലും പ്രൊഫഷണലുകളായിക്കൊണ്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് റബ്ബിന്റെ സന്ദേശം അവർക്ക് എത്തിച്ചു കൊടുത്ത് അവരുടെ ക്യാമ്പസിലും ആര് കാണുന്നില്ലെങ്കിൽ അനവധി പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുണ്ട്, അവിഹിതമായ ബന്ധങ്ങളിൽ നിന്ന് മോചനമുണ്ടായിട്ടുണ്ട്, പുകച്ചുരുളുകളിൽ അഭയം തേടിയെത്തിയിരുന്നവരവസ്ഥക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഉമ്മമാരെയും ഉപ്പമാരെയും സ്നേഹിക്കുന്ന ആദരിക്കുന്ന പ്രൊഫഷണലുകളായി അവർ മാറിയിട്ടുണ്ട്. അവരുടെ ക്യാമ്പസുകളിൽ റബ്ബിന്റെ വെളിച്ചം എത്തിക്കാൻ നേതൃത്വം കൊടുക്കാൻ ആ മക്കൾക്കായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഭയഭക്തിയുള്ള ഡോക്ടർമാര് വേണ്ടേ, ഭയഭക്തിയുള്ള എഞ്ചിനീയർമാര് വേണ്ടേ? അവരുടെ സിലബസിൽ അതൊന്നും പഠിപ്പിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ആ മക്കൾക്ക് വേണ്ടി കൊല്ലത്തിലൊരിക്കൽ നമ്മൾ നടത്തുന്ന പ്രോഫ്കോൺ എന്ന് പറയുന്ന റബ്ബിനെയും റസൂലിനെയും ദീനിനെയും പരിചയപ്പെടുത്തുന്ന, അഥവാ നമ്മുടെ മക്കൾ ഡോക്ടറാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും അത്ര വരുന്നവരാണെങ്കിലും ആരായാലും അവര് മരിച്ചുപോയാലും ഡോക്ടറാണെങ്കിലും ചോദിക്കുമല്ലോ നിന്റെ ദീനേത്, നിന്റെ റബ്ബാര് നബിയാര്? അവർക്കും ആ ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിന്റെ മുമ്പിൽ എന്റെ ബാപ്പ എനിക്കത് പഠിപ്പിച്ചു തന്നില്ല, എന്നെ എഞ്ചിനീയറിംഗിന് ചേർത്തോ, എന്നെ MBBSന് ചേർത്തോ, എന്നെ മറ്റുള്ള കോഴ്സുകൾക്ക് ചേർത്തോ, പക്ഷേ എന്നോട് ഇതൊന്നും എന്റെ ബാപ്പ പറഞ്ഞില്ല, ഉമ്മ പറഞ്ഞില്ല എന്ന് വിലപിച്ചുകൊണ്ട് കാണിച്ചതാ റബ്ബേ എന്റെ ബാപ്പയെയും ഉമ്മയെയും ഞാൻ ഇക്കോലത്തിലായി നശിച്ചു പോകാൻ, ഞാൻ നരകത്തിയിലേക്ക് എറിയപ്പെടാൻ കാരണക്കാരായ ഏതൊക്കെ മനുഷ്യന്മാരുണ്ടോ അവരെയൊക്കെ കാണിച്ചതായോ അല്ലാ. എന്തിനാണ് നജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ, അവരുടെയൊക്കെ നെഞ്ചകത്ത് കയറിയിട്ട് ഞങ്ങളൊന്ന് ചവിട്ടിത്തേക്കട്ടെ അവരെ. ലിയകൂനാ മിനൽ അസ്ഫലീൻ, അവരൊക്കെ നശിച്ച് തകർന്ന് താഴ്മപ്പെട്ടു പോകട്ടെ. പ്രിയപ്പെട്ട ഉമ്മ, മാറോട് ചേർത്ത് മുലപ്പാല് കൊടുത്ത് വളർത്തി ഉണ്ടാക്കിയ മോള്, കൈ വളരുന്നു കാല് വളരുന്നു എന്ന് നോക്കിക്കൊണ്ട് വളർത്തി ഉണ്ടാക്കിയ മോനും മക്കളുമൊക്കെ മഹ്ശറിൽ വെച്ച് നമ്മെ കാണുമ്പോ അള്ളാനോട് ഇത്തരം കേസ് കൊടുക്കുന്ന കോലത്തിലേക്ക് നമ്മൾ അതപ്പതിക്കല്ല ഉമ്മ, അതപ്പതിക്കല്ല ഉപ്പ. അതുകൊണ്ട് മക്കൾക്ക് ഏത് കോഴ്സിന് നിങ്ങൾ ചേർത്തോ കുഴപ്പമില്ല, പക്ഷേ റബ്ബിനെയും റസൂലിനെയും ദീനിനെയും പരിചയപ്പെടുത്തുന്ന ധാർമ്മിക ബോധം അവർക്ക് നഷ്ടപ്പെടുത്തിക്കൂടാ. അതുകൊണ്ട് നിങ്ങളുടെ അറിവില്ലേതൊക്കെ കുട്ടികൾ ഇങ്ങനെയുള്ള ഈ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ടോ അവരെ മുഴുവനും അവരോടും പറയട്ടെ, ഒരു 5 ആളുകളെ നിങ്ങൾക്ക് സംഘടിപ്പിച്ചുകൂടെ? അതേ തമിഴ്നാട്ടിലാണെങ്കിലും ബാംഗ്ലൂരിലാണെങ്കിലും കേരളത്തിന്റെ അകത്താണെങ്കിലും അല്ലെങ്കിലുമൊക്കെ ധാരാളക്കണക്കിന് യുവാക്കള് പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ പഠിക്കുന്നില്ലേ? അവരെയൊക്കെ പലപ്പോഴും നിങ്ങൾക്ക് പരിചയമില്ലേ? അവരുടെയൊക്കെ നടപടിക്രമങ്ങൾ നിങ്ങൾ കണ്ട് വേദനിക്കാറില്ലേ? ആ വേദന ആത്മാർത്ഥമാണെങ്കിൽ കൊണ്ടുവരൂ നിങ്ങളവരെ എറണാകുളത്തേക്ക്, പഠിപ്പിക്കൂ നിങ്ങളവർക്ക് ഇസ്ലാമിന്റെ നിയമങ്ങള്. അങ്ങനെ അവരൊന്ന് ഇസ്ലാം പഠിക്കട്ടെ. അങ്ങനെ സമൂഹത്തിൽ നമ്മൾ നന്നാവുകയും മറ്റുള്ളവരെ നന്നാക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഒരു ശ്രദ്ധയുണ്ടായാൽ ആഖിറത്തിൽ നമുക്ക് ഒന്നിച്ച് സ്വർഗത്തിൽ പോയിക്കൂടെ? ഉമ്മയ്ക്കും ഉപ്പയ്ക്കും മക്കൾക്കും അതേ ഭാര്യക്കും ഭർത്താവിനും കുടുംബത്തിലെ ആരെങ്കിലും നരകത്തിൽ കാണാൻ നമ്മൾ ഇഷ്ടപ്പെടുമോ? ഉപ്പമാരെ ഉമ്മമാരെ പിരിയാൻ വരെ ഇഷ്ടപ്പെടാത്തവരല്ലേ നമ്മൾ? മരണം വരുന്ന നേരത്തെ അവര് മരിച്ചു പോകുമ്പോ എത്രയാ നമ്മൾ കണ്ണുനീരൊഴുക്കുന്നത്. പക്ഷേ ശാശ്വതമായി നരകത്തിൽ എറിയപ്പെടുന്നവര് ദുരന്തത്തിന് നമ്മുടെ ഉമ്മയുണ്ടാകാൻ പാടില്ല, ഉപ്പയുണ്ടാകാൻ പാടില്ല, നമ്മുടെ ഭാര്യയുണ്ടായിക്കൂടാ, ഭർത്താവുണ്ടായിക്കൂടാ, മക്കളുണ്ടായിക്കൂടാ. ഒന്നിച്ചു പോകണം. حن قلبي على جمرة الخير هلا، يا هلا ويا هلا ويا هلا ويا هلا، يا هلا ويا